ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആ കാലത്തിൽ പൊലിഞ്ഞുപോയ യുവമിഥുനങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മലയാള സിനിമയിലെ മികച്ച കഴിവുറ്റ കലാകാരി ശോഭ. ശോഭ തന്റെ 17-ാം വയസ്സിൽ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ആയിരുന്നു. മലയാള സിനിമയിലെ ഒരു കാലത്തെ താരറാണിയായിരുന്നു വിജയശ്രീ. വിജയശ്രീയാണ് ആദ്യമായി മലയാള സിനിമാ ലോകത്ത് ആത്മഹത്യ ചെയ്തുവെന്ന് പറയപ്പെടുന്ന നടി. വിഷം ഉള്ളിൽ ചെന്നായിരുന്നു മരണം. മരിക്കുമ്പോൾ വെറും 21 വയസ്സായിരുന്നു വിജയശ്രീയുടെ പ്രായം. മലയാള സിനിമയുടെ നൊമ്പരമായി മാറിയ നടി മയൂരി തന്റെ 22-ാം വയസ്സിൽ സ്വന്തം വസതിയിൽ വെച്ച് തൂങ്ങി മരിക്കുകയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ആത്മഹത്യ ചെയ്ത മറ്റൊരു താരമാണ് നന്ദു. ഉർവശിയുടെയും കൽപ്പനയുടെയും സഹോദരനായ ഇദ്ദേഹത്തെ ഹോട്ടൽ മുറിയിൽ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അങ്കമാലി ഡയറീസ്, മെക്സിക്കൻ അപാരത തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ശരത് ചന്ദ്രൻ സ്വന്തം വസതിയിൽ വെച്ച് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 37 വയസ്സായിരുന്നു ശരത്തിന്റെ മരണപ്പെടുമ്പോഴുള്ള പ്രായം. ഇന്ത്യൻ സിനിമയിലെ ഒരു കാലത്തെ ഹോട്ട് ആക്ട്രസ്സായിരുന്ന സ്മിത 1996-ൽ സ്വന്തം വസതിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. 36 വയസ്സായിരുന്നു മരിക്കുമ്പോഴുള്ള പ്രായം. മലയാള സിനിമകളിൽ നിരവധി വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ച് ഉയർന്നുവന്ന താരമായിരുന്നു സന്തോഷ് ജോഗി. എന്നാൽ ഇദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 2010-ൽ തന്റെ 34-ാം വയസ്സിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മലയാള സിനിമയിലെ നായകനും വില്ലനും ഒക്കെയായി ഒരു കാലത്ത് തിളങ്ങി നിന്ന ശ്രീനാഥ് എന്ന നടൻ ഹോട്ടൽ മുറിയിൽ വെച്ച് കയ്യിലെ ഞരമ്പ് മുറിച്ചായിരുന്നു ആത്മഹത്യ ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ്.